ഹായ് ഹലോ എല്ലാവർക്കും പാട്ടും പാചകത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. നമ്മുടെ കൊച്ചു മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളൊരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു വെറൈറ്റി സംഭവം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എണ്ണയിലിട്ട് പൊരിച്ച് നമുക്കതൊന്ന് കൊടുക്കാം. അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാല കൂട്ടെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് കായ്പ്പൊടി, ഇത്രയും ചേർത്ത് ഈ മസാല പുരട്ടി അരമണിക്കൂറിൽ കൂടുതലായി പുരട്ടിയും വെച്ചിട്ട് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കത് നോക്കാം. ഒരു ചട്ടി ഞാൻ ഇതിന് ആവശ്യമായ ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗ്യാസ് കത്തിക്കാം. പുറത്ത് നല്ല മഴയാണ്, ഭയങ്കര മഴ പെയ്യാണ്. നമുക്കത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വരട്ടെ. ഹലോ, ഞാനിതിലേക്ക് വെണ്ടയ്ക്ക മസാലകൾ എല്ലാം പുരട്ടിയത് അതിലേക്ക് ഇടയാണ്. നമുക്കത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനെ പൊരിച്ച് എടുക്കാം. കുറേശ്ശെ ഇട്ട് പൊരിക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഹായ് ഹലോ, ഞാനുണ്ടാക്കിയ വെണ്ടയ്ക്ക ഫ്രൈ, ഒരു വെറൈറ്റി മസാലയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക. ഒരു കാര്യം, നന്നായിട്ട് മൂക്കരുത്. ശരിക്കും മൂത്ത് പോയാൽ അത് കൊള്ളത്തില്ല. ഈ മീഡിയം പരുവത്തിൽ ചെയ്യാവൂ. ഒരുപാടങ്ങ് മൂത്തങ്ങ് ഇതായി പപ്പടം കണക്കായിപ്പോയാൽ കരിഞ്ഞു പോകും. അത് ടേസ്റ്റില്ല, കൊള്ളൂല. അപ്പോൾ ഇതേ കണക്ക് നിൽക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചായയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണോ നമുക്കിത് കഴിക്കാം. പക്ഷേ ഇത് വെണ്ടയ്ക്കയല്ല, വെണ്ടയ്ക്കയിലല്ല ടേസ്റ്റ്, അതിൻ്റെ മസാലയിലാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ മസാലയോട് കൂടി നമുക്ക് ഈ വെണ്ടയ്ക്ക കഴിച്ച് നോക്കാം. അതെങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. വാ, കൊള്ളാം. വലിയ കുഴപ്പമില്ല, എങ്കിലും നന്നായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.